മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും. സുപ്രീംകോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ സ്ഥാനാർത്ഥിയാകും. ലീഗിനുള്ളിലെ കടുത്ത എതിർപ്പ് നിലനിൽക്കെയാണ് പ്രഖ്യാപനം. മുബഷീർ പി അക്ബർ നൽകും വിവരങ്ങൾ. മുബഷീർ, മുതിർന്ന പല നേതാക്കളുടെയും പേരുകൾ കേട്ടിരുന്നു. എന്നാൽ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനിലേക്ക് എത്തുകയാണോ? എന്താണ് വിവരങ്ങൾ? വിനിത, തീർച്ചയായും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം ഉൾപ്പെടെയുള്ള ലീഗിന്റെ മുതിർന്ന നേതാക്കളെയും യൂത്ത് ലീഗിന്റെ നോമിനികളെയും മറികടന്നാണ് സുപ്രീം കോടതി അഭിഭാഷകനായ ഹാരിസ് ബീരാനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള മുസ്ലിം ലീഗിന്റെ നീക്കം. സുപ്രീം കോടതിയിലെ മുസ്ലിം ലീഗിന്റെ നിയമ പോരാട്ടങ്ങൾക്കും അതുപോലെ തന്നെ ഡൽഹിയിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന നേതാവാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ. ലീഗ് ഡൽഹിയിൽ നിർമ്മിക്കുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും ഹാരിസിന് വലിയ പങ്കുണ്ട്. എന്നാൽ ഹാരിസ് കീഴ്ത്തട്ടിൽ പ്രവർത്തിക്കാത്ത നേതാവാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ എതിർപ്പ്. ഈ ഒരു എതിർപ്പ് പാർട്ടിയിൽ ശക്തമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുസ്ലിം യൂത്ത് ലീഗ് യുവജന വിഭാഗത്തിൽ നിന്നും ഒരാളെ രാജ്യസഭയിലേക്ക് അയക്കണമെന്നൊരു ആവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു. PK ഫിറോസിനെയോ അല്ലെങ്കിൽ ഫൈസൽ ബാബുവിനെ രാജ്യസഭയിൽ അയക്കുമെന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ഒരു ഭാഗത്ത് ശക്തമായ ഘട്ടത്തിൽ കൂടിയാണ് ലീഗ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാളെ തിരുവനന്തപുരത്ത് പാണക്കാട് ഹാളിൽ വെച്ച് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷമായിരിക്കും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇക്കാര്യം പ്രഖ്യാപിക്കും. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം ഔദ്യോഗികമായി തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ ഒരു പേര് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഹാരിസ് ബീരാനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് നിലവിൽ ലീഗ് കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനീത, ശരി. മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകി.